Hello guys, today I am going to teach about placenta previa. Special objective: introduction of placenta previa, definition of placenta previa, types of placenta previa, causes of placenta previa, risk factor of placenta previa. Introduction of placenta previa. Normally, the placenta is implanted in the upper uterus segment and establish a connection between mother and fetus through the umbilical cord. In some cases, the placenta implanted in the lower segment, which is an abnormal condition, is called placenta previa. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗത്താണ് പ്ലാസൻ്റ ഉറച്ചു നിൽക്കുന്നത്. അത് പുക്കിൾ കൊടിയുടെ വഴി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നു. എന്നാൽ ചില സന്ദർഭത്തിൽ പ്ലാസൻ്റ ഗർഭപാത്രത്തിൻ്റെ താഴെ ഭിത്തിയിൽ അതായത് ലോവർ സെഗ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു. ഈ അവസ്ഥയാണ് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. Definition of placenta previa. When the placenta is implanted partially or completely over the lower uterine segment, it is called as placenta previa. എന്ന് വെച്ചാൽ പ്ലാസൻ്റ ഗർഭപാത്രത്തിൻ്റെ താഴെ ഭാഗത്ത് അതായത് ലോവർ സെഗ്മെൻറ്റ് ഭാഗികമായോ പൂർണ്ണമായോ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻസിഡൻസ് 0.5 to 1% among hospital delivery, 80 cases of multiparous women's age 35 beyond. അതായത് 30 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ഇങ്ങനെ ഉള്ള പ്ലാസൻ്റ പ്രീവിയ പോലത്തെ കണ്ടീഷൻസ് വരാൻ ചാൻസ് കൂടുതൽ. നമ്മൾ ഇതിൽ കാണുന്നത് പ്ലാസൻ്റ പ്രീവിയയും നോർമൽ പ്ലാസൻ്റയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ നോർമൽ പ്ലാസൻ്റയിൽ നോർമൽ പ്ലാസൻ്റ, അംബിലിക്കൽ കോഡ്, ഇത് ഫീറ്റസ് ആണ്, ഇത് സെർവിക്സ്, യൂട്രൈൻ വാള്, ഇതെല്ലാം ഡിഫറൻസ് കാണിച്ചേക്കുന്നതാണ് ഈ പിക്ചർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ടൈപ്സും കോസസും റിസ്ക് ഫാക്ടറും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.